ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ നേരുകയാണ്. ഇന്ന് നമ്മൾ ക്രൂഡ് ഓയിൽ പ്രൈസും അതുപോലെ ഇന്ത്യ വിക്സും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് വളരെയധികം ഇമ്പ്രൂവ് ആയതായിട്ടും മാർക്കറ്റിൽ അത് മൊത്തത്തിലൊരു ആത്മവിശ്വാസം നൽകിയതായിട്ടും കാണാൻ കഴിയും. അപ്പോൾ ഇത് തികച്ചും അനുകൂലമായ ഒരു മാർക്കറ്റ് കണ്ടീഷൻ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും നിഫ്റ്റി 50 371 പോയിന്റ് അപ്പായിട്ട് 24,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് അത് ടെക്നിക്കലി വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ്. ബ്രോഡ് മാർക്കറ്റിലും നല്ല മുന്നേറ്റം കാണുകയും നിഫ്റ്റി 50യെ മറികടന്നുകൊണ്ടുള്ള മുന്നേറ്റം മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ സെക്ടർ വൈസ് നോക്കുമ്പോൾ എല്ലാ സെക്ടറുകളും 2% അതിൽ കൂടുതലോ മുന്നേറ്റം നടത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 1.5 മാസമായി നീണ്ടു നിൽക്കുന്ന ഇറാൻ US കോൺഫ്ലിക്റ്റ്, അപ്പോൾ ആ ഒരു യുദ്ധമുഖത്ത് നിന്നും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ ആശ്വാസകരമായതാണ്. മൊത്തത്തിൽ മാർക്കറ്റ് പോസിറ്റീവ് ആവാനുള്ള കാരണങ്ങൾ. ഇന്ന് പുലർച്ചെ ട്രംപ് നൽകിയ സൂചനകൾ പ്രകാരം പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് ഇറാനുമായി വീണ്ടും ചർച്ചകൾ നടത്താൻ ട്രംപ് തയ്യാറാണെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഈ ചർച്ചകൾ നടന്നേക്കാം. അപ്പോൾ നിലവിലുള്ള ഈ വെടിനിർത്തൽ കരാർ ഏപ്രിൽ 22 അവസാനിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം വളരെ നിർണായകമാണ്. ഇതിനിടയിൽ ചർച്ചകൾ വിജയിച്ചില്ലെങ്കിൽ യുദ്ധം വീണ്ടും എസ്കലേറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണുള്ളത്. ഇതുകൂടാതെ മറ്റൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം, ഇസ്രായേലും ലെബനോണും തമ്മിൽ ഉള്ള ഒരു പീസ് ടോക്സ് അമേരിക്കയിൽ നടന്നിട്ടുണ്ട്. 1993 ശേഷം ആദ്യമായിട്ടാണ് ഇരു രാജ്യങ്ങളും ഇത്ര ഉയർന്ന തലത്തിലുള്ള നേരിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടക്കുന്നത്. അപ്പോൾ ആ ചർച്ചകൾ വളരെ കൺസ്ട്രക്റ്റീവ് ആയിരുന്നു എന്നാണ് ഇരുപക്ഷവും അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത ഘട്ട ചർച്ച ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വീണ്ടും നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ സ്റ്റേറ്റ് ഓഫ് ഹോർമസിലുള്ള ഷിപ്പുകളുടെ ഒരു മൂവ്മെൻറ്റ് അവിടെ നേരിയ തോതിൽ ഇമ്പ്രൂവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഒരു ദിവസം ശരാശരി 100-ലധികം കപ്പലുകൾ ചരക്ക് കപ്പലുകളായിട്ടും ഓയിൽ ടാങ്കറുകളായിട്ടും പോയിക്കൊണ്ടിരുന്ന ഒരു കടലിടുക്കായിരുന്നു സ്ട്രേറ്റ് ഓഫ് ഹോർമസ്. ഇപ്പോൾ ലോകത്തിലെ തന്നെ എണ്ണയുടെ 1/5 ഭാഗം പോകുന്നത് ഈ ഒരു കടലിടുക്കിലൂടെയാണ്. അപ്പോൾ യുദ്ധം തുടങ്ങിയ ശേഷം മാർച്ച് മാസം അതിലെ മൂവ് ചെയ്യുന്ന കപ്പലുകളുടെ എണ്ണം 4 മുതൽ 9 വരെ മാത്രമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഏകദേശം 95% കുറവ് അവിടെ ഉണ്ടായിരുന്നു. കൂടാതെ സീസ് ഫയറുമായി ബന്ധപ്പെട്ട കരാറുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 20ഓളം കപ്പലുകൾ കഴിഞ്ഞ 24 അവേഴ്സിൽ പോയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇറാൻ തീർച്ചയായിട്ടും അവിടെ ഭാഗികമായിട്ട് ഈ ഒരു പാത തുറന്നിട്ടുണ്ട്. എങ്കിലും റെസ്ട്രിക്ഷൻസ് പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞിട്ടില്ല എന്നുമാണ് റിപ്പോർട്ടുകളൊക്കെ കാണുന്നത്. എങ്ങനെയായാലും ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ WTI ക്രൂഡ് നമ്മൾ കാണുന്നത് 91 എന്ന ലെവലിലാണ്. ഇത്രനാളും അത് ബ്രണ്ട് ക്രൂഡിന് മുകളിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടേയിരുന്നത്. അതിപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ ബ്രണ്ട് ക്രൂഡ് 95ലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 100-ൽ താഴെ ഉള്ള ഒരു ക്രൂഡ് പ്രൈസ് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സിഗ്നലാണ്. നമ്മളിന്ന് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 1:1 എന്നുള്ള അടിസ്ഥാനത്തിലുള്ള ഒരു ബോണസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു മൂവ് നമുക്ക് കാണാൻ പറ്റും. ഓൾമോസ്റ്റ് 4% ഒരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ നമുക്കിന്ന് കാണാൻ കഴിയും. അപ്പോൾ LICയുടെ ഒരു സ്റ്റോക്കുള്ള ഒരാൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ബോണസ് ഷെയർ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിനുവേണ്ടി കമ്പനി അവരുടെ റിസർവ് ഫണ്ടിൽ നിന്ന് 6,325 കോടി മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ LICയുടെ ഒരു ബിസിനസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 59 ലക്ഷം കോടി രൂപയുടെ ആസ്തിയാണ് LICക്കുള്ളത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും ആസ്തിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയിലും വലിയ തോതിലുള്ള ഇമ്പ്രൂവ് ഉണ്ടായിട്ടുണ്ട്. കാരണം അവരുടെ VNB മാർജിൻ അഥവാ വാല്യൂ ഓഫ് ന്യൂ ബിസിനസ്, പുതിയ ബിസിനസ്സുകളിൽ നിന്നുള്ള ലാഭക്ഷമത സൂചിപ്പിക്കുന്ന VNB മാർജിൻ അത് 18.8% ഉയർന്നിട്ടുണ്ട്. അപ്പോൾ കമ്പനി കൂടുതൽ ലാഭകരമായിട്ടുള്ള പ്രൊഡക്റ്റുകളിലേക്ക് മാറുന്നു എന്നതിൻ്റെ സൂചനയാണിത്. കൂടാതെ സോൾവൻസി റേഷ്യോ 2.19 എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നിയമപരമായിട്ട് ആവശ്യമുള്ള 1.5നേക്കാൾ വളരെ മുകളിലാണത്. കമ്പനിയുടെ ആ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് ഇപ്പോഴും ഇൻടാക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ LIC ഇന്ത്യയിലെ ഒരു വിശ്വസ്ത സ്ഥാപനമായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പോൾ പുതിയ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ വളർന്നു വരുന്നുണ്ടെങ്കിലും അവരുടെ വെല്ലുവിളികളൊക്കെ LIC നേരിടുന്നുണ്ടെങ്കിലും ഇപ്പോഴും മാർക്കറ്റ് ഷെയറിൽ 1-ാം സ്ഥാനത്ത് തന്നെയാണ് LIC നിൽക്കുന്നത്. കൂടാതെ LIC സ്ഥിരമായി ഡിവിഡൻഡ് നൽകുന്ന ഒരു സ്റ്റോക്ക് കൂടിയുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോണസ് ഇഷ്യൂ ഇപ്പോൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു ആവശ്യം നൽകിയിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ അതിൻ്റെ പ്രകടനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ഇപ്പോൾ Q4 റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ വന്ന Q4 റിസൾട്ടിൽ വളരെയധികം ശ്രദ്ധയാകർഷിച്ച ഒരു ഗ്രൂപ്പാണ് ആനന്ദ് രാത്തി ഗ്രൂപ്പ്. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ 2 സ്റ്റോക്കുകളാണ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ആനന്ദ് രാത്തി വെൽത്ത് ലിമിറ്റഡും അതുപോലെ ആനന്ദ് രാത്തി ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ലിമിറ്റഡും. അപ്പോൾ ആനന്ദ് രാത്തി വെൽത്തിൻ്റെ റിസൾട്ട് ലാസ്റ്റ് വീക്ക് വന്നിരുന്നു. ഇപ്പോൾ ആനന്ദ് രാത്തി ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെ റിസൾട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ 2 കമ്പനികളുടെയും പ്രകടനങ്ങൾ വളരെ മികച്ചതാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആനന്ദ് രാത്തി വെൽത്തിൻ്റെ പ്രോഫിറ്റിൽ 40% വർധനവും സെയിൽസിൽ 30% വർധനവും ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ അവർ 1:1 ബോണസും പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെ 7 രൂപയുടെ ഡിവിഡൻഡും അവർ പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെ ആനന്ദ് രാത്തി ഷെയർ ബ്രോക്കേഴ്സിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ
പ്രോഫിറ്റിൽ 126% വർധനവ് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ അവരുടെ റവന്യൂവിൽ 28% വർധനവ് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ എബിറ്റ മാർജിൻ 43% ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ രണ്ട് കമ്പനികളും നല്ല ഫണ്ടമെന്റൽസും കാണിക്കുന്നതായിട്ട് കാണും. ഇപ്പോൾ ആനന്ദ് രാതി വെൽത്തിൻ്റെ ROC 57 ROE 45 ആനന്ദ് രാതി ഷെയർ ബ്രോക്കേഴ്സിൻ്റെയും ഇപ്പോൾ ROC 19% കാണാൻ കഴിയും. ROE 14%. അപ്പോൾ ഈ വെൽത്ത് മാനേജ്മെൻറ്റ് വിഭാഗത്തിലെ ഈ ആനന്ദ് രാതി ഗ്രൂപ്പിൻ്റെ ആ ഒരു ആസ്തി എന്ന് പറയുന്നത് 93,000 കോടി കടന്നിരിക്കുകയാണ്. 2027 അത് 1,20,000 കോടിയിലെത്തുമെന്നാണ് മാനേജ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ അതിസമ്പന്നരുടെ അഥവാ HNIസിൻ്റെ എണ്ണം വർദ്ധിക്കുന്നത് ഇവരുടെ വെൽത്ത് മാനേജ്മെൻറ്റ് ബിസിനസ്സിന് വലിയ ഗുണകരമായിട്ടുണ്ട്. കൂടാതെ ഇവരുടെ MTF ബുക്ക് സ്റ്റോക്ക് ബ്രോക്കിംഗ് വിഭാഗത്തിൽ മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി 61% വളർച്ച ഇവർ നേടിയിട്ടുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇവരുടെ പലിശ വരുമാനവും വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ബിസിനസ് മോഡൽ വലിയ മുതൽ മുടക്കില്ലാതെ തന്നെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് വിപുലീകരിക്കാൻ കഴിയുന്ന ഒരു മോഡലാണ്. അതുകൊണ്ടാണ് വലിയ തോതിൽ എബിറ്റ മാർജിൻ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് മാർജിൻ ഇവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ആനന്ദ് രാതി ഗ്രൂപ്പിൻ സ്ഥാപിച്ചിട്ടുള്ള മിസ്റ്റർ ആനന്ദ് രാതിയാണ്. അദ്ദേഹമാണ് ഈ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ. 1999-2001 കാലഘട്ടത്തിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ആനന്ദ് രാതി. അപ്പോൾ ആദിത്യ ബിർള ഗ്രൂപ്പിൽ ഉയർന്ന പൊസിഷനിലൊക്കെ ജോലി ചെയ്ത ആളാണ് ഇദ്ദേഹം. പിന്നീട് അദ്ദേഹം സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോ ഫൗണ്ടർ ആയിട്ടുള്ളത് പ്രദീപ് ഗുപ്തയാണ്. കൂടാതെ ആനന്ദ് രാതിയുടെ മകനായിട്ടുള്ള അമിത് രാതി ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇദ്ദേഹത്തോടൊപ്പം സജീവമാണ്. അപ്പോൾ 1994 ആനന്ദ് രാതി ഗ്രൂപ്പ് സ്ഥാപിതമായത്. ഒരു ചെറിയ സ്റ്റോക്ക് ബ്രോക്കിംഗ് സ്ഥാപനമായി തുടങ്ങി ഇന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ്, വെൽത്ത് മാനേജ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് എന്നിങ്ങനെ വിവിധ മേഖലകളിലേക്ക് അത് വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. ഇവർക്ക് ഇപ്പോൾ ലിസ്റ്റ് ചെയ്ത 2 സബ്സിഡിയറികളാണുള്ളത്. അതാണ് ആനന്ദ് രാതി വെൽത്തും അതുപോലെ ആനന്ദ് രാതി സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. ഇത് കൂടാതെ ആനന്ദ് രാതി ഗ്ലോബൽ ഫിനാൻസ്, അതുപോലെ ആനന്ദ് രാതി അഡ്വൈസേഴ്സ് ലിമിറ്റഡ്, അതുപോലെ ആനന്ദ് രാതി ഫൈനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്, ആനന്ദ് രാതി ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് ലിമിറ്റഡ് പോലെയുള്ള മറ്റ് കമ്പനികളും നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൻ്റെ കീഴിൽ കാണാൻ കഴിയും. അപ്പോൾ 2021 ഡിസംബറിലാണ് ആനന്ദ് രാതി വെൽത്ത് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സും ലിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായി നമ്മൾ ഈ കമ്പനിയുടെ ഒരു ലാഭം നോക്കുമ്പോൾ ശരാശരി 25-30% ഒരു CAGR ഗ്രോത്ത് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അപ്പോൾ ഏതായാലും ഇത്തരത്തിലുള്ള നല്ല വളർച്ച കാണിക്കുന്ന ഒരു കമ്പനി എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ PE റേഷ്യോ വളരെയധികം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. ആനന്ദ് രാതി വെൽത്തിൻ്റെ PE റേഷ്യോ ഇപ്പോൾ 77 എന്ന ലെവലിലാണ്. ഇൻഡസ്ട്രി PE 48 ഇവരുടെ മീഡിയൻ PE 64 അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു മീഡിയൻ PEയിലേക്ക് വന്നാലാണ് നമുക്കൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് ഇതൊരു ബൈ ഓൺ ഡിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വാങ്ങാൻ കഴിയുന്നത്. അതുപോലെ രണ്ടാമത്തെ സ്റ്റോക്കായിട്ടുള്ള ഷെയർ ബ്രോക്കേഴ്സിൻ്റെ PE ഇപ്പോൾ 28 ഇൻഡസ്ട്രി PE 17.6 മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മീഡിയം PE 26 അപ്പോൾ ഇതിൻ്റെ PE ആ ഒരു 26 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ബൈങ് അവസരമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ മാർക്കറ്റ് മുന്നോട്ടേക്ക് പോയപ്പോൾ നല്ല തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയ ഒരു സ്റ്റോക്കാണ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്. അപ്പോൾ ഇതൊരു ഫുൾ സർവീസ് ബാങ്കായിട്ട് അഥവാ യൂണിവേഴ്സൽ ബാങ്കായി മാറ്റുന്നതിനായി അവർ സമർപ്പിച്ച അപേക്ഷ RBI റിജക്റ്റ് ചെയ്തതാണ് ഈ സ്റ്റോക്ക് ഡൗൺ ആകാനുള്ള കാരണം. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണമായിട്ട് RBI ചൂണ്ടിക്കാട്ടിയത് ലോൺ ബുക്കിൽ ആ ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ല എന്നുള്ള ഒരു കാരണമാണ്. കാരണം ഇവർ കൂടുതലായിട്ട് മൈക്രോ ഫിനാൻസിനെയാണ് ആശ്രയിക്കുന്നത്. ബാങ്കിൻ്റെ ലോണിൽ ഭൂരിഭാഗവും ഇപ്പോഴും മൈക്രോ ഫിനാൻസ് തന്നെ തുടരുകയാണ്. അപ്പോൾ ഒരു യൂണിവേഴ്സൽ ബാങ്ക് ആകുന്നതിന് വായ്പകൾ കൂടുതലായിട്ട് മറ്റ് മേഖലകളിലേക്ക്, ഇപ്പോൾ ഹൗസിംഗ്, അതുപോലെ MSME, വെഹിക്കിൾ ലോൺസ് തുടങ്ങിയ മേഖലകളിലേക്ക് ഇതിൻ്റെ ലോണ് വ്യാപിക്കേണ്ടതുണ്ട്. RBIയുടെ ഒരു നിരീക്ഷണം എന്താണെന്ന് വെച്ചാൽ ബാങ്ക് ഡൈവേഴ്സിഫിക്കേഷൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൽ ഇനിയും പുരോഗതി വരാനുണ്ടെന്നും ആ ഒരു ലോൺ പോർട്ട്ഫോളിയോ കൂടുതൽ സുരക്ഷിതമാക്കിയതിനു ശേഷം വീണ്ടും അപേക്ഷിക്കാനാണ് RBI നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ബിസിനസ് അപ്ഡേറ്റിൽ പറയുന്നത് അവരുടെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് 21% വർധനവും ലോൺ ഗ്രോത്തിൽ 26% വർധനവും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റിൽ 31% ഇയർ ഓൺ ഇയർ ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സെക്യൂർഡ് ലോണുകളുടെ ആ ഒരു എക്സ്പാൻഷൻ 49% ഉയർന്നിട്ടുണ്ട്. കൂടാതെ ഇവരുടെ അസറ്റ് ക്വാളിറ്റി, ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് 2.27 എന്ന ലെവലിൽ ഇമ്പ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഗോൾഡ് ലോണിൽ 292% ഇയർ ഓൺ ഇയർ വർധനവും MSMEയിൽ 57% വർധനവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കമ്പനിയുടെ ബിസിനസ് പെർഫോമൻസ് മോശമില്ലാത്ത രീതിയിൽ തുടരുന്നുണ്ടെങ്കിലും RBI നോംസിൻ്റെ ആ ഒരു ലെവലിലേക്ക് ഇനിയും എത്തിയിട്ടില്ല. ആ ലെവലിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ ഒരു തിരിച്ചുവരവ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അപ്പോൾ അതുവരെ കാത്തിരിക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ. ഇന്ന് അതുപോലെ 18% ഒരു മുന്നേറ്റം കാണിച്ച സ്റ്റോക്കാണ് റെയിൽടെൽ കോർപ്പറേഷൻ. അപ്പോൾ 600 കോടിയിലധികം മൂല്യമുള്ള ഓർഡർ ബുക്ക് ലഭിച്ചതാണ് ഈ സ്റ്റോക്കിൽ ഈ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകാൻ കാരണം. അപ്പോൾ RVNL നിന്നാണ് ഇവർക്ക് കാര്യമായിട്ടുള്ള 2 ഓർഡറുകൾ കിട്ടിയിട്ടുള്ളത്. അത് മൊത്തത്തിൽ 564 കോടിയുടെ കരാറുകളാണ്. കൂടാതെ UP പോലീസിൽ നിന്നും ഇവർക്ക് 44 കോടിയുടെ മറ്റൊരു ഓർഡറും ലഭിച്ചതായിട്ട് കാണാം. അപ്പോൾ ഈ രീതിയിലുള്ള ആ ഒരു ബിസിനസ് അപ്ഡേറ്റ് അവർ പുറത്തുവിട്ടതോടുകൂടിയാണ് ഈ സ്റ്റോക്കിൽ നല്ലൊരു മുന്നേറ്റം നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതേപോലെ തന്നെ ശക്തമായി മുന്നേറിയ മറ്റൊരു സ്റ്റോക്കാണ് ഗ്രോയുടെ പാരന്റ് കമ്പനിയായിട്ട് ബില്യൺ ബ്രെയിൻസ് ഗാരേജ് വെഞ്ചേഴ്സ്. അപ്പോൾ ഈ ഗ്രോയുടെ ഈ സ്റ്റോക്ക് മുന്നേറാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് കാണുന്നത് ബാങ്ക് ഓഫ് അമേരിക്ക ഇതിനൊരു ബൈ റേറ്റിംഗ് കൊടുത്തതുകൊണ്ടാണ്.
അപ്പോൾ അവർ നിശ്ചയിച്ചിട്ടുള്ള ടാർഗറ്റ് പ്രൈസ് 235 എന്ന റേറ്റാണ്. അപ്പോൾ ഇന്ത്യയിലെ ഡിജിറ്റൽ നിക്ഷേപകരുടെ എണ്ണം കൂടിയതും അതുപോലെ ഗ്രോയുടെ മാർക്കറ്റ് ഷെയറിലുണ്ടായിട്ടുള്ള വർധനവുമാണ് ബാങ്ക് ഓഫ് അമേരിക്ക ഇതിന് ബൈ റേറ്റിംഗ് കൊടുക്കാനുള്ള കാരണം. അതുപോലെ JP മോർഗനും ഇതിന് ബൈ റേറ്റിംഗ് കൊടുത്തിരുന്നു. അവർ 210 എന്ന ടാർഗറ്റായിരുന്നു നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ഇത്തരം പോസിറ്റീവ് റിപ്പോർട്ടുകളാണ് ഗ്രോയിലെ ഈ ഒരു മുന്നേറ്റം ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം 826 കോടിയുടെ ഒരു ലാഭം കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അപ്ഡേറ്റുകളിൽ കാണുന്നത്. കൂടാതെ മുൻവർഷത്തെ അപേക്ഷിച്ചിട്ട് വരുമാനത്തിൽ വലിയ തോതിലുള്ള വർധനവും ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ മാർക്കറ്റ് ഷെയർ NSEയിൽ ക്ലയൻറ്റുകളുടെ എണ്ണത്തിൽ 28% വിഹിതവുമായിട്ട് 1ാം സ്ഥാനത്താണ് ഇവരിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ വെറും ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോം എന്നതിലുപരി ഒരു കംപ്ലീറ്റ് ഫൈനാൻഷ്യൽ ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോം ആയിട്ട് ഗ്രോ മാറുകയാണ്. കാരണം ഇവർക്ക് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, വെൽത്ത് മാനേജ്മെൻറ്റ് ഉണ്ട്, മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ഉണ്ട് തുടങ്ങിയിട്ടുള്ള ആ ഒരു വൈവിധ്യവൽക്കരണം ഇവരുടെ ബിസിനസ്സിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ IPO വിലയായിരുന്നു 100-ൽ നിന്ന് ഇപ്പോൾ 200-ലേക്ക് ഈ സ്റ്റോക്ക് കുതിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ PEയും വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. 80 എന്നുള്ള PEയിലാണ് നിലവിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇൻഡസ്ട്രി PE വെറും 17.6 ആണെന്ന് മനസ്സിലാക്കണം. അതുപോലെ ഈ സ്റ്റോക്കിൻ്റെ മീഡിയം PE 16.2 മാത്രമാണ്. ഇപ്പോൾ വലിയ തോതിൽ ഓവർ വാല്യൂഡ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കറക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഇന്ന് ശക്തമായ മുന്നേറിയ മറ്റൊരു സ്റ്റോക്കാണ് സുസ്ലോൺ എനർജി. 6 മുതൽ 7% വരെ ഈ സ്റ്റോക്ക് മുന്നോട്ടേക്ക് പോയതായിട്ട് കാണാം. അപ്പോൾ മാർച്ച് ക്വാർട്ടറിലെ കണക്കുകളിൽ കാണുന്നത് FIAs ഈ സ്റ്റോക്കിൽ 1.68% അവരുടെ ഓഹരികൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മൊത്തത്തിൽ FIAs സെല് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സുസ്ലോണിൽ അവർ പോസിറ്റീവായത് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. കൂടാതെ മോട്ടിലാൽ ഓസ്വാൾ പോലെയുള്ള മ്യൂച്വൽ ഫണ്ടുകൾ അവരുടെ പാസീവ് ഫണ്ടുകളിൽ സുസ്ലോണെ കൂടുതലായിട്ട് ആഡ് ചെയ്തായിട്ട് കാണാം. അപ്പോൾ ഇതൊക്കെ ആ സ്റ്റോക്കിലും പോസിറ്റീവായി വന്നിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ Q4 ഇതിൻ്റെ റിസൾട്ട് വരാനിരിക്കുകയാണ്. മൊത്തത്തിലുള്ള സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് 70% ഒരു വരുമാന വർധന ഈ സ്റ്റോക്കിൽ ഉണ്ടാവുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. കൂടാതെ EBITDA മാർജിൻ 20-24% എന്ന രീതിയിൽ ഉയരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാർച്ചിലെ ആ ഒരു ലോ പ്രൈസിൽ നിന്ന് ഇപ്പോൾ ഏകദേശം 27% ഈ സ്റ്റോക്ക് മുന്നോട്ടേക്ക് തിരിച്ച് കയറിയിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.